ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ട്രാവൽ ആൻഡ് ആർട്സ് വേൾഡ്. അപ്പൊ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പൊ ഞാൻ തെങ്ങൂന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. കുറച്ചധികം സാധനങ്ങളുണ്ട്. വലിയ വലിയ സാധനങ്ങളാണ് കൂടുതലും. പിന്നെ കുറച്ച് ചെറിയ സാധനങ്ങളുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്താലോ. കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഒരു സാധനം എടുക്കണം, എന്താ നോക്കട്ടെ. കട്ട് ചെയ്ത ഞാൻ ആദ്യം നോക്കട്ടെ. ഇത് നമ്മുടെ നോൺ സ്ലിപ്പ് മാറ്റ് ആണ് കേട്ടോ. നമ്മുടെ ബാത്റൂമിന്റെ അവിടെയൊക്കെ ഇടാനായിട്ട് സ്ലിപ്പ് ആവാത്ത രീതിയിൽ ഇടുന്നതാണ്. വെള്ളമൊക്കെ നല്ലോണം വലിച്ചെടുക്കുന്ന ടൈപ്പ് സാധനം. നമുക്ക് അടുത്ത സാധനം എടുക്കാം. ഞാനതിൽ ഒരെണ്ണം ഓപ്പൺ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇത് നിങ്ങൾക്ക് കാണിക്കാനാണ്. ഇത് കണ്ട ഇങ്ങനെ, ഇത് നമ്മുടെ താഴ്ഭാഗം ഇത് കണ്ട ഇങ്ങനെ ഒരു ബബിൾസ് കണ്ട, ചവിട്ട നല്ല സുഖമായിരിക്കും. ഇങ്ങനെ 2 ബാത്റൂമിന് വേണ്ടിട്ട് അവിടെ ഇടാൻ വേണ്ടിട്ടാണ് വരച്ചത്. ഇനി വരുന്നത് ഇതെന്തിനാണെന്നറിയാം. ഇത് ഫാൻ ഉണ്ടല്ലോ, ഫാനിന്റെ ഒക്കെ തൂക്കാനായിട്ട് നമുക്ക് താഴ്ന്നിട്ട് പറ്റില്ലല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ളതാണിത്. ഫാനിന്റെ ഇത് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും കേട്ടോ. നെക്സ്റ്റ് വരുന്നത് ഇതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിൽ തന്നെ വെള്ളം ചീറ്റിട്ട് ഗ്ലാസ് ക്ലീൻ ചെയ്യണ സാധനമാണ്. തുറന്ന് കാണിക്കണം. കാണിക്കാം. ഇങ്ങനെ സംഭവം ഇങ്ങനെ ഇവിടെ എന്തോ വെള്ളമൊക്കെ എന്തൊക്കെ ഫിറ്റ് ചെയ്യണം. നമ്മൾ ഫിറ്റ് ചെയ്ത് വെള്ളം നിറച്ചിട്ട് ഫിറ്റ് ചെയ്യൊക്കെ ചെയ്യുന്നുണ്ട്. നമുക്ക് നോക്കാം, പിന്നെ ടെക്നിക്കൊക്കെ നോക്കാം. ഇനി അടുത്ത സാധനം എടുക്കാം. പിന്നെ വരുന്നത് ഇത് എന്താന്ന് വെച്ചാൽ നമ്മുടെ ഡ്രസ്സൊക്കെ ഇങ്ങനെ പൊടികൾ വരില്ലേ. പൊടികള് ഇപ്പൊ കറുപ്പ് ഷർട്ടുമായിരിക്കും ഈ വെള്ള പൊടികളാണ്. അപ്പൊ അതൊക്കെ നമുക്ക് ഇങ്ങനെ ഇതാക്കി കളയാൻ പറ്റിയ സാധനമാണ് ഡെമോ. അപ്പോൾ അതാണ് കേട്ടോ. പിന്നെ വേറെ വരുന്നത് ഇത് നമ്മുടെ കാലിൻ്റെ ഇത് നമ്മൾ ഉരയ്ക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടൂളാണ്. ഇലക്ട്രിക്കൽ ടൂളാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ചാർജിങ് ഒക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിങ്ങനെ അമർത്തി കട സൗണ്ട് കണ്ട അങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പം ഇങ്ങനെ ടൂൾസ് മാറ്റി സെറ്റ് ചെയ്യാം കേട്ടോ. ഇതിൻ്റെ ഈ കല്ലൊക്കെ മാറ്റാൻ പറ്റും. അങ്ങനത്തെ സാധനമാണ്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് എടുക്കാം. അടുത്തെന്ന് പറഞ്ഞാൽ ഇതൊരു കിച്ചൺ ടവൽ എന്ന് പറയും. നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ അല്ലാണ്ട് ആവശ്യമില്ലാണ്ടായി നമുക്ക് കളയാനും പറ്റും. അങ്ങനത്തെ നല്ലൊരു കിച്ചൺ ടവലാണ്. കുറച്ച് ക്ലോത്തി ടൈപ്പാണ്. ഓക്കെ, പിന്നെ വരുന്നത് പെട്ടിയിലാണല്ലോ. നമുക്ക് കട്ട് ചെയ്തിട്ട് കാണാം. ഇനി ഇതാണ് ഈ പെട്ടിയിലുണ്ടാകുന്നത്. ഇത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് കിച്ചണിൽ മറ്റേ സ്ക്രബ്ബർ സാധനങ്ങളൊക്കെ വെച്ച് സെറ്റ് ആക്കാനില്ലേ. വെള്ളം അതൊക്കെ അവിടെ ഇവിടെ കിടക്കുമ്പോൾ നാശമാവില്ല. അപ്പം ഇതിലിങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാം. അതുപോലെ തുടയ്ക്കണ തുണിയായാലും നമുക്ക് വെച്ച് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണിത്. ഈ നെക്സ്റ്റ് വരുന്നത് ഇത് നമ്മുടെ ഇമ്പോർട്ടൻറ്റ് സാധനം. നമുക്ക് ഈ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്. നമ്മുടെ ക്ലോസറ്റൊക്കെ ബ്ലോക്ക് ആകുമ്പോൾ ഈ ഒരു പൊടി ഇട്ട് ക്ലീൻ ചെയ്താൽ മതി. അപ്പോൾ അത് ബ്ലോക്ക് മാറും. ഇനി വരുന്നത് ഇനിയാണ് വലിയൊരു സാധനം വരുന്നത്. അപ്പോൾ ഈ സാധനം കാണിക്കുന്ന ഒരു കാര്യം കൂടെ തന്നെ റിവീൽ ചെയ്യും. നമുക്ക് കട്ട് ചെയ്യാം ഗൈസ്. അയ്യോ, ഇങ്ങനെ വലിച്ചാൽ മതി. ക്ഷമ കുറച്ച് കുറവാണ് കേട്ടോ. അതുകൊണ്ട് ഞാനത് കട്ട് ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഗസ് ഉണ്ടോ എന്തായിരിക്കും? ഇതാണ് മോനെ നമ്മുടെ പ്രഗ്നൻസി പില്ലോ. കണ്ട അയ്യാ, ഇത് വലുതായി വരും കേട്ടോ.
അപ്പൊ ഇതിലൂടെ ഞാൻ ഒരു കാര്യം റിവീൽ ചെയ്യാണ്. ഞാൻ പ്രഗ്നന്റ് ആയിരുന്നു. പ്രഗ്നന്റ് ആണ് ഗൈസ്. അയ്യോ, ഇത് ജെ ഷേപ്പിലുള്ള ഇങ്ങനെയല്ലോ, ഇങ്ങനെയാണോ? അപ്പൊ ജെ ഷേപ്പിലുള്ള പ്രഗ്നൻസി പില്ലോയാണ് കേട്ടോ. ഇനി പ്രഗ്നൻസി പില്ലോ അവിടെ ഇരിക്കട്ടെ. നമുക്ക് ഇനി കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ എടുക്കാം. കുഞ്ഞിതാണ്. ഇതെനിക്ക് ഞാൻ ഒരു ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് ചാർക്കോൾ പെൻസിൽസ്, കളേർഡ് ചാർക്കോൾ പെൻസിൽസ് വാങ്ങിച്ചതാണ് കേട്ടോ. എനിക്ക് ഇങ്ങനത്തെ പെൻസിൽസ് ഒക്കെ ഉണ്ടെങ്കിൽ പ്രാന്താണ്. പിന്നെ എന്താ ഇത് ലിപ്സ്റ്റിക്ക്, അത് അടുത്ത പ്രാന്താണ് എൻ്റെ. ലിപ്സ്റ്റിക്ക് ഉണ്ടെങ്കിൽ വിടില്ല. അപ്പം ഇത് ലിക്വിഡ് ലിപ്സ്റ്റിക്സ് ആണ്. ഓക്കെ, കുറച്ച് സാധനങ്ങളുണ്ട്. പിന്നെ ഇത് എന്താന്ന് വെച്ചാൽ നമ്മുടെ സ്ട്രെയിനർ, അതായത് വാഷിംഗ് മെഷീനിലൊക്കെ വെള്ളം മറ്റേത് പറയാം മുടി അല്ലെങ്കിൽ കരടൊന്നും പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ ഒരു സാധനം ഇത് എന്തിട്ടാന്ന് വെച്ചാൽ നമ്മുടെ കത്തിയൊക്കെ മൂർച്ച കൂട്ടാൻ വേണ്ടിയിട്ടുള്ള കേട്ടോ. കത്തി മൂർച്ച കൂട്ടാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സാധനമാണ്. യൂസ് ചെയ്ത് നോക്കിയിട്ട് ഞാൻ അഭിപ്രായം പറയും. എൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. പിന്നെ ഇത് വേറൊരു ലിപ്സ്റ്റിക്കാണ്, വേറൊരു ഷെയ്ഡിൽ വരുന്നത്. പല ഷെയ്ഡുകളും ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഇത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സോപ്പൊക്കെ വയ്ക്കാനായിട്ട് ഇങ്ങനെ ഫിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ നിൽക്കണ സാധനമാണ് കേട്ടോ. ഞാൻ ഫോട്ടോ കാണിക്കാം താഴെ. അപ്പം ഇത് ഇങ്ങനെ പിന്നെ പൊളിച്ച് കാണിക്കാം. നല്ലത് എന്നാൽ പൊളിക്കാം. ജസ്റ്റ് കാണിച്ചു തരാം. ഇത് ഇങ്ങനെ ഫിറ്റ് ചെയ്യും. ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് കണ്ട ഇതിങ്ങനെ കുത്തി നിർത്തുണ്ടാവും. നമ്മുടെ വാഷിംഗ് മെഷീൻ്റെ അവിടെ ആയിരിക്കും കറക്റ്റായിട്ട് നിൽക്കുക. അപ്പോൾ ഇവിടെ സോപ്പ് വയ്ക്കും, വെള്ളമൊക്കെ ഇങ്ങനെ ഇങ്ങനെ പൊയ്ക്കോളും. അപ്പോൾ സോപ്പ് അലിഞ്ഞു പോയില്ല. അപ്പം അങ്ങനത്തെ അതിന് വേണ്ടിയുള്ളത്. ഇനി അടുത്തത് വീണ്ടും ഒരു ലിപ്സ്റ്റിക്, അഗൈൻ ഒരു ലിപ്സ്റ്റിക്. ഇത് എൻ്റെ ഡ്രോയിങ്ങിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ളത്. സ്പോഞ്ച് മറ്റേ സ്മജ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനമാണ് കേട്ടോ. റബ്ബറും ഇറേസറും പിന്നെ എന്തൊക്കെ സ്മജ് മറ്റേ സോഫ്റ്റൻ ആക്കില്ലേ ഡാർക്ക് ഷെയ്ഡ്സ് ഒക്കെ. ഇപ്പോൾ ചാർക്കോൾ പെൻസിൽസ് ഒക്കെ യൂസ് ചെയ്യുന്ന ഡ്രോയിങ് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും. അങ്ങനത്തെ സാധനമാണ്. പിന്നെ ഒരു സാധനം ഇതെന്തിനാന്ന് വെച്ചാൽ മറ്റേ നമ്മൾ വരയ്ക്കുമ്പോൾ ചാർക്കോൾ വരയ്ക്കുമ്പോൾ കയ്യിൽ ഇങ്ങനെ ഇട്ടിട്ട് അപ്പോൾ മറ്റേ അപ്പുറം ഇപ്പുറം സ്മജ്ജായി പോകാണ്ടിരിക്കാം. വൈറ്റ് ഭാഗങ്ങളിലേക്കൊന്നും ഷെയ്ഡ് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കൈക്ക് നമ്മളെ ഡ്രോയിങ്ങിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനം. കൈ വിട്ടിട്ട് ചെയ്യാം. പിന്നെ മറ്റേ ഇത് ജസ്റ്റ് മറ്റേ ബ്രാൻഡ് എക്സ്റ്റെൻഡറാണ്. ജസ്റ്റ് വാങ്ങിച്ചുള്ളൂ. പിന്നെ വരുന്നത് പിന്നെ ഇത് രണ്ടും മൂക്കിൻ്റെ സാധനങ്ങൾ. മൂക്ക് ക്ലീൻ ചെയ്യാൻ, മൂക്കിൻ്റെ ഇവിടെയൊക്കെ ഹെഡ്സുകൾ ക്ലീൻ ചെയ്യാനായിട്ടും ഇതിങ്ങനെ ഇങ്ങനെ തോണ്ടി ഇങ്ങനെ ഹെഡ്സുകളൊക്കെ ഇങ്ങനെ എടുത്ത് കളയാൻ വേണ്ടിയിട്ടുള്ള ടൂൾസാണിത്. പിന്നെ അത്രേ ഉള്ളൂ ഗൈസ്, കഴിഞ്ഞു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഗൈസ്. ടാറ്റാ, ബൈ ബൈ, സീ യു. ഹായ്, തുടങ്ങുന്ന രസമുണ്ട് കേട്ടോ. എന്താ സുഖം, വെറുതെ എല്ലാവരും ഇത് ഓർഡർ ചെയ്യുന്ന കേട്ടോ. എനിക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാം.